നമസ്കാരം. ഏവർക്കും ചാപ്റ്റർ മീഡിയയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിഖിൽ, ചാപ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇംഗ്ലീഷ് അധ്യാപകനാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് യൂണിറ്റായ നേച്ചർ സ്പ്ലെൻഡിലെ 3ാമത്തെ ചാപ്റ്ററാണ് എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്. എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് എഴുതിയിരിക്കുന്നത് R.K. നാരായണനാണ്. അദ്ദേഹം ഒരു ഇന്ത്യൻ റൈറ്ററാണ്. നമുക്ക് അദ്ദേഹത്തിനെ പറ്റി ഒന്ന് പഠിക്കാം. R.K. Narayan is a well-known Indian writer in English. He wrote several novels and short stories that won him many awards. They deal with the peculiarities of human relationships and the realities of Indian life. Most of his novels are set in the imaginary South Indian town of Malgudi. അപ്പോൾ നമ്മൾ പറഞ്ഞു R.K. നാരായൺ അല്ലേ, അദ്ദേഹം ഒരു ഇന്ത്യൻ റൈറ്റർ ആണെന്ന് പറഞ്ഞു ഓഫ് ഇംഗ്ലീഷ് അല്ലെ. ഇംഗ്ലീഷിൽ എന്താണ് അദ്ദേഹം ഒരുപാട് കഥകളും അല്ലെ ഷോർട്ട് സ്റ്റോറീസും അതുപോലെ തന്നെ ഒരുപാട് നോവലും അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ആ ഒരു നോവലും ഒരുപാട് കഥകളിൽ നിന്നാണ് അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് അല്ലെ ഇമാജിനറി ആയിട്ടുള്ള സ്ഥലം എന്താണ്, മാൽഗുഡിയെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മിക്കവാറുമുള്ള നോവലുകൾ അദ്ദേഹം എഴുതിയിരിക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചാപ്റ്ററിലേക്ക് പോകാം. A snake in the grass. It was a sunny afternoon. The inmates of Bengalow were at their siesta. A cyclist rang his bell at the gate frantically and shouted, "A big cobra has got into your compound. It crossed my wheel." He pointed to its track under the gate and resumed his journey. അപ്പോൾ അവിടുത്തെ ഒരു ക്ലൈമറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് വാസ് എ സണ്ണി ആഫ്റ്റർനൂൺ. എന്താണ്, ഒരു ഉച്ച സമയത്ത് അല്ലെ, ഉച്ച സമയത്ത് അവിടുത്തെ ആളുകളെല്ലാം, ആ ബംഗ്ലാവിനകത്തുള്ള ആളുകളെല്ലാം ഒരു ഉച്ച മയക്കത്തിലാണ്. അപ്പോൾ ഒരു സൈക്ലിസ്റ്റ് അവിടേക്ക് വന്നിട്ട് അദ്ദേഹം എന്താണ് പരിഭ്രാന്തപ്പെട്ട അല്ലെ എന്താണ് ഭ്രാന്തമായിട്ട് അദ്ദേഹം പറയാണ്, എന്താണ് താങ്കളുടെ കോമ്പൗണ്ടിലേക്ക് അല്ലേ, നിങ്ങളുടെ വീട്ടിന് കോമ്പൗണ്ടിലേക്ക് ഒരു വലിയ കോബ്ര എഴിഞ്ഞ് കയറിയിട്ടുണ്ട്. എൻ്റെ സൈക്കിളിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് അത് പോയത്, നിങ്ങളുടെ കോമ്പൗണ്ടിലോട്ട് കയറിയിട്ടുള്ളതെന്ന് ആ സൈക്ലിസ്റ്റ് അല്ലെ, ആ സൈക്കിൾ യാത്രക്കാരൻ അവിടുത്തെ ബംഗ്ലാവിലുള്ള ആളുകളെടുത്ത് പറയുകയാണ് അല്ലേ. അദ്ദേഹം ഉറക്കെ വിളിച്ച് പറയുകയാണ്. He pointed to its track under the gate and resumed his journey. അദ്ദേഹം എന്താണ് ആ ഒരു പാമ്പ്, ആ ഒരു ബിഗ് കോബ്ര അല്ലേ, ആ ഒരു കോബ്ര എഴുന്നേക്കുന്ന ഭാഗത്തോട്ട് അല്ലേ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലേ, ആ ഗേറ്റിൻ്റെ അടിയിലോട്ട്, ഗേറ്റിൻ്റെ അടിയിൽ കൂടെയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് കയറിയിട്ടുള്ളത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്ത് അദ്ദേഹത്തിൻ്റെ യാത്ര വീണ്ടും തുടർന്നു കൊണ്ടുപോയി. The family consisted of the mother and her 4 sons. They were greatly agitated to hear the news. Soon they assembled at the gate. Their old servant Dasa was sleeping in the shed. They shook him out of his sleep and told him about the arrival of the cobra. അപ്പോൾ ആ വീട്ടിൽ താമസിച്ചിരുന്ന ആളുകളിൽ എന്താണ്, അവിടെ ഒരു അമ്മയുണ്ടായിരുന്നു. ആ അമ്മയ്ക്ക് എന്താണ് 4 മക്കളും ഉണ്ടായിരുന്നു അല്ലെ, 4 sons എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 4 ആൺമക്കളും കൂടെ ആണ് അവിടെ താമസിച്ചിരുന്നത്. അവരുടെ വീട്ടിൽ വേറൊരാളുണ്ടായിരുന്നു, ഒരു സെർവൻറ്റ്, ദാസ എന്ന് പറയുന്ന സെർവൻറ്റും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, ഇവർ ഈ വാർത്ത കേട്ടപ്പോഴത്തേക്ക് എന്താണ് അവർക്ക് പേടിയായി അല്ലേ. അവർ പേടിച്ചുകൊണ്ട് അവിടുത്തെ സെർവൻറ്റിനെ വിളിച്ചുണർത്തിയിട്ട് എന്താണ് കോബ്ര വന്ന് കയറിയ വിവരം ആ സെർവൻറ്റിനോടും പറയുകയാണ്. "There isn't any cobra here," he replied and tried to dismiss the matter. They swore at him and wanted him to be serious. "The thing is somewhere here." ഇവിടെ കോബ്രയൊന്നും വന്നിട്ടില്ല എന്ന് എന്താണ് ദാസ അവിടെ പറയുകയാണ്. കാരണം എന്താണ്, ഈ ഒരു സംഭവം എന്താണ് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിപ്പിച്ച് വിടണം, ഇങ്ങനത്തെ സംഭവം ഇല്ല അല്ലേ. എന്താണ് ദാസ പറയാണ്, കോബ്രയൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് എന്താണ് അവരെ ആളുകളെ കൂടിയിരിക്കുന്ന ആളുകളെ മൊത്തം അവിടുന്ന് ഡിസ്മിസ് ചെയ്യാൻ വേണ്ടി അല്ലേ, ഈ ഒരു സംഭവം എന്താണ് ഈ ഒരു സംഭവം അവിടുന്ന് മാറ്റാൻ വേണ്ടി ദാസ ഒരുപാട് ശ്രമിച്ചിരുന്നു. They swore at him and wanted him to be serious. "The thing is somewhere here." അവരെന്താണ് ആണിട്ട് പറയുകയാണ്, ഇങ്ങോട്ടൊരു കോബ്ര വന്നിട്ടുണ്ട്, അതുകൊണ്ട് എന്താണ് നീ അല്പം കൂടെ സീരിയസ് ആകാൻ അല്ലെ, നീ അല്പം കൂടെ എന്താണ് അവിടെ എല്ലാം നോക്കുക അല്ലേ എന്ന് ദാസയോട് അവിടുത്തെ വീട്ടുകാർ പറയുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു എന്താണ് ഇത് എവിടെയെങ്കിലും ഒന്ന് കാണും അല്ലെ, ഈ കോബ്ര എവിടെയെങ്കിലും ഒന്ന് കാണും അല്ലെ എന്ന് ദാസ എടുത്ത് അവിടുത്തെ വീട്ടുകാർ പറയുകയാണ്. "If it is not found before the evening, we will dismiss you. You don't seem to be care for the garden." ദാസ എടുത്ത ആ വീട്ടുകാർ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തു അല്ലേ. എന്താണ് പറഞ്ഞത്, നീ വൈകുന്നേരത്തിന് മുമ്പേ ഈ ഒരു സാധനത്തെ അല്ലെ, ഈ ഒരു പാമ്പിനെ, ഈ ഒരു കോബ്രയെ നീ കണ്ടെത്തിയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഡിസ്മിസ് ചെയ്യും, നിന്നെ ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിടും അല്ലേ. നിനക്ക് എന്താണ് ഒരു സീരിയസ്നെസ് ഇല്ല, നീ എന്താണ് ഇവിടുത്തെ ഗാർഡൻ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നില്ല എന്ന് കൂടി ആ വീട്ടുകാർ ദാസ എടുത്ത് പറയുകയാണ്. Some neighbors dropped in. They looked accusingly at Dasa. "You have the laziest servant on earth," they said. അങ്ങനെ അയലത്തുകാരെല്ലാം ഒത്തുകൂടി അല്ലേ, ഒത്തുകൂടിയിട്ട് എന്താണ് ആരോപണമായിട്ട് നമ്മുടെ ദാസയെ നോക്കുകയാണ്.
എന്നിട്ട് പറയാണ്, നീയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ലേസിയസ്റ്റ് സെർവൻറ്റ് എന്ന് പറയുന്നത് അല്ലേ, നീയാണ് മടിയനായിട്ടുള്ള ഒരു സെർവൻ്റ് ആണെന്ന്, അല്ലെ ഒരു വേലക്കാരനാണ് ദാസ എന്ന് അവിടുത്തെ ആളുകൾ പറയുകയാണ്. യു ought to keep the surroundings tidy. I have been asking for a grass cutter for months, Dasa said. നിന്റെ ജോലിയാണ് ഇവിടുത്തെ സറൗണ്ടിങ്സ് അല്ലെ, ഈ ഒരു ഏരിയ മൊത്തം ക്ലിയർ ചെയ്യേണ്ട അല്ലെ, വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട നിന്റെ ഒരു ജോലിയാണെന്ന് അവിടുത്തെ ആളുകൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ദാസ പറഞ്ഞു, എന്താണ്, ഞാനൊരു കട്ടർ ചോദിച്ചിട്ട് 1 മാസത്തോളം ആകുന്നു അല്ലെ, ഒരു കട്ടർ ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് ഇവിടുത്തെ ഏരിയ മൊത്തം ക്ലിയർ ചെയ്യുന്നത് അല്ലെ, ഇവിടുത്തെ ഗ്രാസുകൾ മൊത്തം കട്ട് ചെയ്ത് മാറ്റുന്നതെന്ന് ദാസ അവരോട് ചോദിക്കുകയാണ്. In one voice, they ordered him to manage with the available things and learned not to make demands. അവിടുത്തെ ആളുകളെല്ലാം കൂടെ ഒരുമിച്ച് നിന്നിട്ട് അവർ പറയുകയാണ്, ഇപ്പം നമുക്ക് ഉള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് എന്താണ് അന്വേഷിക്കാം അല്ലെ, നമുക്ക് വൃത്തിയാക്കി എടുക്കാം ഈ അയ്യം മൊത്തം. നീ ഇവിടെ കുറച്ച് ഡിമാൻഡ് ഒന്നും വെക്കാതെ അല്ലേ, നിന്റെ ആവശ്യങ്ങൾ ഇവിടെ ഉന്നയിക്കാതെ എന്താണ് നമുക്ക് ഉള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഈ ഏരിയ മൊത്തം വൃത്തിയാക്കി എടുക്കാം എന്ന് അവിടുത്തെ ആളുകൾ പറയുകയാണ്. Meanwhile, more neighbors assembled. They began discussing snake menace and the dangers of snake bite. അങ്ങനെ അവിടെ കൂടുതൽ നെയ്ബേഴ്സ് അല്ലെ അയൽക്കാർ ഒത്തുകൂടി അല്ലെ, അസംബിൾ ചെയ്യുന്ന വെച്ചാൽ എന്താണ് ഒത്തുകൂടുക. അവർ എന്താണ് സ്നേക്കിന്റെ ഭീഷണിയെ പറ്റി അല്ലെ, എന്താണ് സ്നേക്ക് വന്നാലുള്ള ഭവിഷ്യത്തുകൾ അല്ലെ, അതിന്റെ ഡേഞ്ചേഴ്സിനെയും കാര്യങ്ങളെല്ലാം പറ്റി അവിടെ സംസാരിക്കുകയാണ്. They began helping the neighbor in every possible way. They tucked up their dhotis, seized every available knife and crowbar and began to hack the garden. ആ നെയ്ബേഴ്സ് എല്ലാം ഒത്തുകൂടിയിട്ട് എന്താണ് ഈ വീട്ടുകാരെ സഹായിക്കുകയാണ്. അവരുടെ മാക്സിമം അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സഹായിക്കുകയാണ്. അവരെന്താണ് അവരുടെ ധോത്തീസ് എന്താണ് മുണ്ടൊക്കെ പിടിച്ചുകൊണ്ട് അല്ലെ പൊക്കി കൊടുത്തുകൊണ്ട് അവര് ഉള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് ക്രോബാറും നൈഫും എല്ലാം വെച്ചുകൊണ്ട് എന്താണ് ആ ഏരിയ മൊത്തത്തിൽ എന്താണ് ക്ലിയർ ചെയ്ത് മാറ്റുകയാണ്. Creepers, bushes and lawns were laid down. What could not be trimmed was cut to the root. The inner walls of the house brightened with unobstructed glare streaking in. When there was nothing more to be done, Dasa asked triumphantly, "Where is the snake?" അപ്പോൾ അവിടുത്തെ നെയ്ബേഴ്സ് എല്ലാം ഉള്ള വസ്തുക്കൾ കൊണ്ടല്ലേ നൈഫും ക്രോബാറും എല്ലാം വെച്ചുകൊണ്ട് ആ ഏരിയ മൊത്തത്തിൽ ക്ലിയർ ചെയ്യാണ്. ക്രീപ്പേഴ്സ് വള്ളിച്ചെടികളും അതുപോലെ തന്നെ ചെറിയ ബുഷസും എല്ലാം എന്താണ് അവർ വെട്ടി ചെറുതാക്കുകയാണ്. വെട്ടി ചെറുതാക്കാൻ പറ്റാത്ത കുറച്ച് ചെടികളുണ്ട് അല്ലേ, ആ ചെടികളെല്ലാം അവരെന്താണ് മൂടോട് കൂടി വെട്ടിയെടുത്തു. അതിനുശേഷം നമ്മുടെ എന്താണ് ദാസ അവിടെ ഒരു വിജയത്തോടു കൂടി പറയാണ്, വേർ ഇസ് സ്നേക്ക്, സ്നേക്ക് എവിടെ, നിങ്ങൾക്ക് സ്നേക്കിനെ കണ്ടെത്താൻ സാധിച്ചോ എന്ന് ദാസ അവിടുത്തെ ആളുകളോട് ചോദിക്കുകയാണ്. An old beggar cried for alms at the gate. They told her that they were busy with a snake hunt. On hearing it, the old woman became happy. അപ്പോൾ ഇവിടെ ഒരു ഭിക്ഷക്കാരി ഗേറ്റിനടുത്ത് വന്നു അല്ലെ, ഗേറ്റിനടുത്ത് വന്നിട്ട് എന്താണ് ഭിക്ഷ യാചിക്കുകയാണ് ആ വീട്ടുകാരോട്. അപ്പോൾ ആ വീട്ടുകാരോട് ഭിക്ഷ യാചിച്ചപ്പോൾ എന്താണ് അവിടുത്തെ ആളുകൾ പറഞ്ഞു, എന്താ പറഞ്ഞത്, ഞങ്ങൾ ഇവിടെ തിരക്കിലാണ്, അല്പം ബിസിയിലാണ്, എന്താണ് ഞങ്ങൾ സ്നേക്ക് ഹണ്ടിലാണ് എന്ന് അവർ പറയുകയാണ്. ഒരു പാമ്പിനെ അന്വേഷിക്കുകയാണ് അല്ലെ, പാമ്പിനെ നോക്കുകയാണ്, പാമ്പിനെ തിരയുകയാണെന്ന് ആ ആളുകൾ എന്താണ് ചെയ്തത് ആ ഒരു ഭിക്ഷക്കാരിയോട് പറയുകയാണ്. On hearing it, the old woman became happy. You are fortunate. It is God himself who has come to visit you. Don't kill the snake. അത് കേട്ടപ്പോഴത്തേക്ക് എന്താണ് ആ വയസ്സായ സ്ത്രീ അല്ലേ, വയസ്സായ വൃദ്ധ എന്താ ചെയ്തത്, കേട്ടപ്പോഴത്തേക്ക് സന്തോഷമായി. എന്നിട്ട് അവർ പറയാം, നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് അല്ലേ, നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. എന്താണ് ആ ഒരു പാമ്പെന്ന് പറയുന്നത് ദൈവം തന്നെയാണെന്ന് അവർ പറയാണ്. ഒരിക്കലും ആ പാമ്പിനെ നിങ്ങൾ കൊല്ലാൻ പാടില്ല എന്നുകൂടി ആ ഓൾഡ് ബെഗർ അല്ലേ, എന്താണ് ആ ഒരു ഭിക്ഷക്കാരി എന്താണ് നമ്മുടെ ആളുകളോട്, ആ വീട്ടിലുള്ള ആളുകളോട് പറയുകയാണ്. Mother was in hearty agreement. You are right. I forgot all about the promised abhishekam. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് എന്താണ് ആ വീട്ടിലെ അമ്മയ്ക്ക് എന്താണ് സന്തോഷമായി. അപ്പോഴാണ് അമ്മ ആ പഴയ കാര്യം ഓർത്തത്, എന്താണ് ഒരു അഭിഷേകം നടത്താൻ അല്ലേ, നമ്മൾക്ക് എന്താണ് നമ്മുടെ ഹിന്ദു ആചാരപ്രകാരം നടത്തുന്ന ഒരു സംഭവമാണ്, ഒരു പൂജയാണ് നമ്മുടെ അഭിഷേകം എന്ന് പറയുന്നത്. അപ്പോൾ ആ അഭിഷേകത്തെ പറ്റി എന്താണ് ആ അമ്മ അപ്പോഴാണ് ഓർക്കുന്നത് എന്ന് കൂടി പറഞ്ഞു. This is the reminder. She gave a coin to the beggar who promised to send a snake charmer as she went. ആ അമ്മ എന്താണ് ഒരു ഭിക്ഷയായിട്ട് എന്താണ് ഒരു കോയിൻ ആ വൃദ്ധയ്ക്ക് നൽകുകയും ആ വൃദ്ധ എന്താണ് അവർക്കൊരു ഉറപ്പ് നൽകി, ഒരു സ്നേക്ക് ചാർമറിന് എന്താണ് ഒരു പാമ്പ് പിടുത്തക്കാരനെ ആ വീട്ടിലേക്ക് അയക്കാമെന്നുള്ള ഒരു ഉറപ്പ് നൽകിയിട്ടാണ് ആ ഒരു ഓൾഡ് ബെഗർ അല്ലെ എന്താണ് ആ ഒരു വൃദ്ധ അവിടുന്ന് എന്താണ് ഭിക്ഷക്കാരി അവിടുന്ന് പോകുന്നത്. Presently an old man appeared at the gate and announced himself as the snake charmer. They gathered around him. He spoke to them to his life and activities and his power over snakes.
അല്പനേരം കഴിഞ്ഞപ്പോൾ ഒരു വൃദ്ധൻ അല്ലേ ആ ഗേറ്റ് എടുത്ത് വന്നിട്ട് അയാൾ സ്വയമേ പറഞ്ഞു എന്താണ്, ഞാനൊരു സ്നേക്ക് ചാർമറാണ് അല്ലേ, ഞാനൊരു പാമ്പ് പിടുത്തക്കാരനാണെന്ന് അദ്ദേഹത്തിനോട് പറയാണ്. അപ്പോഴേക്കും ആളുകളെല്ലാം അദ്ദേഹത്തിന് ചുറ്റും കൂടിയിട്ട് എന്താണ് ഓരോ കാര്യങ്ങൾ അല്ലേ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. അയാൾക്ക് സ്നേക്കിനോടുള്ള ഒരു എന്താണ് സ്നേക്കിനെ പിടിക്കാനുള്ള ഒരു കഴിവിനെ പറ്റിയും എല്ലാം അവരോട് ഡിസ്കസ് ചെയ്യുകയാണ്. They asked admiringly, "How do you catch them?" Thus he said, pouncing upon an imaginary snake on the ground. They pointed at the direction in which the cobra had gone and asked him to go ahead. എന്താണ് നമ്മൾ സ്നേക്ക് ചാർമറിനോട് ചോദിക്കുകയാണ്, താങ്കൾ എങ്ങനെയാണ് പാമ്പിനെ പിടിക്കുന്നത് അല്ലേ? കാരണം സ്നേക്ക് ചാർമർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണ് അദ്ദേഹത്തിന് പാമ്പുകളെ പിടിക്കാനുള്ള കഴിവിനെ പറ്റിയെല്ലാം അവർ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു അല്ലേ. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്ക് എല്ലാവർക്കും എന്താണ് അദ്ദേഹത്തിനോട് ഒരു ആരാധന തോന്നി അല്ലേ. അപ്പോൾ ആ ആരാധന കൊണ്ട് അവരോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് താങ്കൾ ഒരു പാമ്പിനെ പിടിക്കുന്നത്, ഒന്ന് കാണിച്ചു തരാമോ? അപ്പോൾ എന്താണ് അദ്ദേഹം ഒരു ഇമാജിനറി സ്നേക്ക് അല്ലേ, എന്താണ് അവിടെ ഒരു സ്നേക്ക് ഉണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്താണ് പൗൺസിങ്. എന്താണ് പൗൺസിങ് എന്ന് വെച്ചാൽ ഇരയുടെ മേൽ ചാടി വീഴുന്ന രീതി അല്ലേ. ഇങ്ങനെ ചാടി വീണ് അദ്ദേഹം കാണിക്കുകയാണ്, ഇങ്ങനെയാണ് ഒരു പാമ്പിനെ പിടിക്കുന്നത് എന്ന് അദ്ദേഹം എന്താണ് ആ വീട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ വീട്ടുകാർ എന്ത് ചെയ്തു, ആ ഒരു പാമ്പ് പോയ ഡയറക്ഷൻ അല്ലെ, ആ ഒരു വഴി അദ്ദേഹത്തിന് ചൂണ്ടി കാണിച്ചു കൊടുത്തു. ആ വഴിയാണ് പാമ്പ് കയറി പോയത് എന്ന് ആ സ്നേക്ക് ചാർമറിനോട് ആ വീട്ടുകാർ പറയുകയാണ്. He looked helplessly and said, "If you show me the snake, I will catch it at once. Otherwise, what can I do? The moment you see it again, send for me. I live nearby." He gave his number and departed. അദ്ദേഹം പറഞ്ഞു അല്ലേ, ഞാൻ നിസ്സഹായനാണ്, നിങ്ങൾ എനിക്ക് പാമ്പിനെ കാണിച്ചു തരികയാണെങ്കിൽ ഞാൻ അതിനെ പിടിക്കാം, അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. പാമ്പിനെ നോക്കി നടക്കാനൊന്നും അദ്ദേഹത്തിനെ കൊണ്ട് പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തല്ലേ, ഞാൻ ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്, നിങ്ങൾ ഇനി കാണുവാണെങ്കിൽ എന്നെ വിവരം അറിയിക്കുക. ഐ ലീവ് നിയർ ബൈ എന്ന് വെച്ചാൽ തൊട്ട് അടുത്ത് തന്നെയാണ് താമസം. അദ്ദേഹത്തിന്റെ നമ്പർ അവിടെ കൊടുത്തിട്ട് അദ്ദേഹം അവിടെ നിന്ന് എന്താണ് യാത്ര തിരിക്കുകയാണ്. അദ്ദേഹം അവിടെ നിന്ന് പോയി, അതാണ് ഡിപ്പാർട്ടഡ് എന്ന് പറഞ്ഞേക്കുന്നത്. അവിടെ നിന്ന് അദ്ദേഹം വീട്ടിലേക്ക് പോയി. നമ്മുടെ സ്നേക്കിൻ്റെ ഗ്രാസിൻ്റെ കുറച്ച് ഭാഗം നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ എല്ലാ കുട്ടികൾക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ടെക്സ്റ്റ് നല്ല രീതിയിൽ വായിച്ചു വെക്കുക. നന്ദി.